നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഭക്തിസാന്ദ്രമായി അനന്തപുരി, പൊങ്കാല അർപ്പിക്കാൻ ഭക്തലക്ഷങ്ങൾ. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ ഒഴുകിയെത്തി ഭക്തലക്ഷങ്ങൾ. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പകർന്നെടുത്ത അഗ്നി തിരുമുമ്പിൽ തയ്യാറാക്കിയ പണ്ടാര അടുപ്പിലേക്ക് മേൽശാന്തി പകർന്നു. ഇതിന് പിന്നാലെ ഭക്തരും പൊങ്കാല അർപ്പിച്ചു. നഗരപാതയാകെ ഭക്തർ അണിനിരന്നതോടെ നഗരം ഒരു യാഗശാല പോലെയായി. ശ്വാസമുട്ടലിനെ തുടർന്ന് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ പെൺകുട്ടിക്ക് പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്തു. OP വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയ 18-കാരിക്കാണ് മരുന്ന് മാറി കുത്തിവെപ്പെടുത്തത്. കടുത്ത ശ്വാസമുട്ടലിനെ തുടർന്ന് ബുദ്ധിമുട്ടിലായ പെൺകുട്ടി അമ്മയ്ക്കൊപ്പമാണ് ആശുപത്രിയിൽ എത്തിയത്. ഇഞ്ചക്ഷൻ നൽകാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഡോക്ടറുടെ കുറിപ്പുമായി എത്തിയ പെൺകുട്ടിക്ക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സ് മരുന്ന് മാറി കുത്തിവെക്കുകയായിരുന്നു. തെരുവ് നായ കടിച്ചു പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ ആൾക്ക് എടുക്കാനായി വെച്ചിരുന്ന വാക്സിനാണ് പെൺകുട്ടിക്ക് കുത്തിവെച്ചത്. അബദ്ധം മനസ്സിലായതോടെ നഴ്സ് ക്ഷമാപണം നടത്തി. പെൺകുട്ടിക്ക് ഒപ്പമുള്ള ബന്ധുക്കൾ പ്രതിഷേധിച്ചതോടെ ആശുപത്രി അധികൃതർ എത്തി ചർച്ച നടത്തി. വാക്സിന്റെ ടെസ്റ്റ് ഡോസാണ് ആളുമാറി പെൺകുട്ടിക്ക് നൽകിയതെന്നും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞു. ഇറാൻ US ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന UAE വിമാന സർവീസുകൾ നിയന്ത്രിതമായി പുനരാരംഭിച്ചു. ഇന്നലെ വൈകിട്ടോടെ എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് എന്നീ വിമാന കമ്പനികൾ തിരഞ്ഞെടുത്ത സർവീസുകൾ നടത്തി തുടങ്ങി. മേഖലയിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തി കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് വിമാനങ്ങൾക്ക് അനുമതി നൽകുന്നത്. വരാനിരിക്കുന്ന റമസാൻ മാസത്തിന് തൊട്ടു മുമ്പുള്ള ഈ അപ്രതീക്ഷിത പ്രതിസന്ധി ആയിരക്കണക്കിന് പ്രവാസികളെയും വിനോദസഞ്ചാരികളെയുമാണ് വലച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷം വഷളായതോടെ ആഗോള വിപണിയിൽ എണ്ണവില തുടർച്ചയായ 3-ാം ദിവസവും കുതിച്ചുയരുന്നു. ലോകത്തെ പ്രധാന എണ്ണ ഉൽപാദന മേഖലകളിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്ക നിക്ഷേപകരെ സ്വാധീനിച്ചതോടെ ചൊവ്വാഴ്ച വ്യാപാരത്തിന്റെ തുടക്കത്തിൽ തന്നെ വിലയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തി. മേഖലയിലെ സംഘർഷം ഉടൻ അവസാനിപ്പിക്കാനുള്ള ലക്ഷണങ്ങൾ കാണാത്തതിനാൽ വരും ദിവസങ്ങളിലും വില ഉയരാൻ തന്നെയാണ് സാധ്യതയെന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്ത്യയിലുടനീളമുള്ള നക്ഷത്ര നിരീക്ഷകർ ഒരു ആകാശ വിരുന്നിനായി കാത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി ആകാശത്തെ മാറ്റിമറിക്കാൻ പോകുന്ന അപൂർവ പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിനായി കണ്ണും നട്ടിരിക്കുകയാണ് ശാസ്ത്രലോകം. ബ്ലഡ് മൂൺ എന്നറിയപ്പെടുന്ന ഈ അത്ഭുതം ഭൂമി, സൂര്യനും ചന്ദ്രനും ഇടയിൽ നേരിട്ട് വരുമ്പോഴാണ് സംഭവിക്കുന്നത്. ചന്ദ്രന് സ്വന്തമായി പ്രകാശമില്ലെങ്കിലും സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിച്ചാണ് അത് സാധാരണയായി പ്രകാശിക്കുന്നത്. ഈ ആഴത്തിലുള്ള വിന്യാസ സമയത്ത് നമ്മുടെ ഗ്രഹം ആ നേർരേഖ പാതയെ തടയുന്നു. ചന്ദ്രോപരിതലത്തിൽ അംബ്ര എന്നറിയപ്പെടുന്ന ഒരു ഇരുണ്ട നിഴൽ വീഴ്ത്തുന്നു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.